മാനത്തെ കൊട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷയും ശ്യാമും ഒക്കെ പഠിക്കുന്ന കോളേജാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ ഇന്ന് വർഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുമോദന ചടങ്ങാണ്. ചില ആൾക്കാരൊക്കെ ചേർന്ന് അങ്ങ് ലഹരി കടത്താൻ വേണ്ടി പ്ലാനൊക്കെ ഒരുക്കുമല്ലോ. എന്നാൽ ആ പ്ലാൻ തകർത്ത് പോലീസിനെ കൃത്യസമയത്ത് വിവരം അറിയിച്ചത് വർഷയാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ വർഷ എല്ലാവർക്കും ഒരു അഭിമാനമാണെന്നും കോളേജിന് തന്നെ ഒരു അഭിമാനമാണെന്നും അതിൻ്റെ പേരിലുള്ള അനുമോദനം മറ്റുമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ശ്യാമു വർഷം കിട്ടുന്ന ഈ അനുഭവത്തിൽ ആകെ സന്തോഷത്തിൽ തുള്ളിച്ചാടി അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു നടക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ അങ്ങോട്ടേക്ക് ഒരു കാർ വരുന്നത്. ആ കാറിൽ നിന്നും കോട്ടും സ്യൂട്ടും ആക്കിയിട്ട് ഒരു പുതുമുഖം പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ എല്ലാവരും അയാളെ കണ്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം താഴെ ചുരുട്ടിക്കുട്ടിയ നിലയിൽ ഒരു പേപ്പർ കിടപ്പുണ്ടാവും. അങ്ങനെ അയാൾ ആ പേപ്പർ എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിൽ വർഷക്കുള്ള അനുമോദനത്തിൻ്റെ ആ ഒരു നോട്ടീസാണ് കേട്ടോ. ഈ സമയം അയാളുടെ മുമ്പിൽ തന്നെ വർഷം നിൽക്കുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ഈ കോട്ട് സ്യൂട്ട് ഇട്ട ആൾ അന്ന് വർഷ പോലീസിനെ പിടിച്ചു കൊടുത്ത രണ്ട് മൂന്ന് ലഹരിൻ്റെ ആൾക്കാരുണ്ടല്ലോ, അവരുമായിട്ട് സംസാരിക്കുന്ന ഈ ആളെയാണ് കേട്ടോ കാണിക്കുന്നത്. സത്യത്തിൽ ഈ ഡ്രഗ് മാഫിയയുടെ തലവൻ തന്നെ ഇയാളാണ്. അപ്പം തൻ്റെ ആളുകളെ പോലീസുകാർ കൊട്ടിക്കൊടുത്ത വർഷയോട് പകരം വീട്ടാനും തനിക്കുണ്ടായ നഷ്ടത്തിന് അവളോട് കണക്ക് ചോദിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇയാളിവിടെ എത്തിയിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുറുപ്പിനെയും സുമലതേനെയാണ് കാണിക്കുന്നത്. ഈ സമയം വണ്ടിയിലിരിക്കുന്ന മുഴുവൻ സമയവും സുമലത വന്ദനയുടെ കാര്യമുണ്ട് പറയുന്നത്. എന്നാലും പാവമില്ല വന്ദന, എത്ര നാൾ കാത്തിരുന്ന നല്ലൊരു വിവാഹബന്ധം കിട്ടിയത്, അതാണെങ്കിൽ ഇങ്ങനെയായിപ്പോയി. ആ രാജീവ് സാറിൻ്റെ കാർ അപകടത്തിലാക്കിയ ദുഷ്ടന്മാർ ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. അന്നേരം കുറിപ്പ് പറയുന്നുണ്ട്, മതി നിർത്ത്, ഇനി ആ രാജീവിൻ്റെ കാര്യം നീ പറയണ്ട. അന്നേരം സുമ പറയണേ, എങ്ങനെ പറയാതിരിക്കും, ഒട്ടും കണ്ണിച്ചോരയില്ലാത്തവന്മാരല്ലേ ആ പ്രവൃത്തി കാണിച്ചത്, അവന്മാർ ഒരിക്കലും നന്നാവില്ല. അത് കേട്ടിട്ട് വീണ്ടും കുറിപ്പ് സുമലതയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രിവ്യൂവിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.